ചത്തെന്നുറപ്പിച്ചു കഴിഞ്ഞാൽ കുഴിയിൽ മണ്ണിട്ടാൽ പോരാ. അതിന്റെ മുകളിൽ ഒരു തെങ്ങും വെച്ച് അതിന് പൊടിപ്പ് വന്നിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ടേ പോകാവൂ. ഇല്ലെങ്കിൽ ആ കുഴിയിൽ നിന്നും ഇങ്ങേറും ടീമും എഴുന്നേറ്റ് വരും. ഇംഗ്ലണ്ടിനെതിരെയുള്ള ആവേശകരമായ മത്സരത്തിൽ 54-ാം മിനിറ്റിൽ അർജന്റീന 1-0 എന്ന നിലയിൽ പിന്നിലായപ്പോൾ ഏതാണ്ട് എല്ലാവരും കരുതിയത് അവർ പരാജയപ്പെടുമെന്നായിരുന്നു. കളിയുടെ ഗതി കണ്ടിട്ട് അർജന്റീനയുടെ പോരാട്ടം ഇവിടെ അവസാനിച്ചുവെന്ന് പലരും വിധി എഴുതി. എന്നാൽ അവരൊരു സുപ്രധാന കാര്യം മറന്നുപോയിരുന്നു. അർജന്റീനയ്ക്കെതിരെ ലീഡ് ചെയ്യുമ്പോഴാണ് അവരെ ഏറ്റവും കൂടുതൽ ഭയക്കേണ്ടത്. പരാജയത്തിന്റെ വക്കിൽ നിന്നും ഫിനിക്സ് പക്ഷിയെപ്പോലെ ഉയർത്തെഴുന്നേൽക്കുന്ന അവരുടെ പോരാട്ട വീര്യം ഫുട്ബോൾ ലോകം ഒരിക്കൽ കൂടി കാണാൻ പോകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. 50 മിനിറ്റുകൾ പിന്നിട്ടതോടെ കളിയുടെ നിയന്ത്രണം പൂർണ്ണമായും അർജന്റീന ഏറ്റെടുത്തു. പിന്നീട് ഗ്രൗണ്ടിൽ കണ്ടത് അവരുടെ അവിശ്വസനീയമായ പോരാട്ടമായിരുന്നു. നിരന്തരമായ ആക്രമണങ്ങളിലൂടെ തകർപ്പിന് ക്രോസുകളിലൂടെയും ഇംഗ്ലീഷ് പ്രതിരോധ നിരയെ അവർ വിറപ്പിച്ചുകൊണ്ടേയിരുന്നു. ഒന്നിനു പുറകെ ഓരോന്നായി അവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേയിരുന്നു. കളിയുടെ ഓരോ നിമിഷവും അർജന്റീനയുടെ പൂർണ്ണ ആധിപത്യത്തിലായിരുന്നു. ഈ നിരന്തരമായ പരിശ്രമങ്ങൾക്കൊടുവിൽ 85-ാം മിനിറ്റിൽ ഫലം കണ്ടു. എൻസോയുടെ ബൂട്ടിൽ നിന്ന് ഒരു തകർപ്പൻ ലോങ് റേഞ്ചർ ഗോളിലൂടെ അർജന്റീന സമനില പിടിച്ചു. ഇതോടെ അർജന്റീന ക്യാമ്പിൽ ആവേശം വാനോളമുയർന്നു. എന്നാൽ അവർ അവിടെയൊന്നും നിർത്താൻ തയ്യാറല്ലായിരുന്നു. സമനിലയിൽ കളി അവസാനിക്കുമെന്ന് കരുതിയവർക്ക് മുമ്പിൽ ഇഞ്ചുറി ടൈമിൽ ലൗത്തറോയിലൂടെ അർജന്റീന തങ്ങളുടെ വിജയ ഗോൾ നേടുകയാണ്. 1-0 നിന്നും 2-1 എന്ന സ്കോറിലേക്കുള്ള ഈ ഐതിഹാസികമായ തിരിച്ചുവരവ് ഫുട്ബോൾ ലോകത്തെ ഒന്നടങ്കം അത്ഭുതപ്പെടുത്തി. ഏത് വലിയ പ്രതിസന്ധിയിലും അർജന്റീനയെ ഒരിക്കലും എഴുതി തള്ളരുതെന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു ഇംഗ്ലണ്ടിനെതിരെയുള്ള ഈ മത്സരം. ഇംഗ്ലണ്ടിൻ്റെ ഒരുപാട് മുൻ ലെജൻഡ് താരങ്ങൾ വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്നു. അവരൊക്കെ ഇപ്പോൾ എവിടെയാണ്? എത്ര മികച്ച ടീമാണ് അർജന്റീന! ആവേശകരമായ ഈ വിജയം അവർ അർഹിച്ചത് തന്നെയായിരുന്നു. റൗണ്ട് ഓഫ് 32, പ്രീ ക്വാർട്ടർ, ക്വാർട്ടർ ഫൈനൽ തുടങ്ങിയ നൗക്കൌട്ട് ഘട്ടങ്ങളിൽ അർജന്റീന വിജയിച്ചു കയറിയപ്പോൾ അത് കേവലം ഭാഗ്യം കൊണ്ട് മാത്രമെന്നായിരുന്നു പലരുടെയും വാദം. ദുർബലരായ എതിരാളികളെയാണ് അവർക്ക് നേരിടേണ്ടി വന്നതെന്നും ടീമിന്റെ പ്രകടനത്തിൽ വലിയ മികവൊന്നുമില്ല എന്നും പറഞ്ഞ് വിമർശകർ വിമർശിച്ചുകൊണ്ടേയിരുന്നു. മികച്ചൊരു ടീം മുന്നിൽ വന്നാൽ അർജന്റീനയുടെ ഈ ഭാഗ്യം അവസാനിക്കുമെന്ന് പലരും വിധി എഴുതി. എന്നാൽ ഇംഗ്ലണ്ടിനെതിരെയുള്ള മത്സരം ഈ വിമർശനങ്ങൾക്കെല്ലാമുള്ള കൃത്യമായ മറുപടിയായിരുന്നു. ഇംഗ്ലണ്ട് അത്ര എളുപ്പം കീഴടങ്ങാത്ത ശക്തരായ ടീമാണെന്നും അവർ ഈ മത്സരത്തിൽ അനായാസം വിജയിക്കുമെന്നും ഫുട്ബോൾ ലോകം പ്രവചിച്ചിരുന്നു. ആ വാദങ്ങളെ ശരിവെക്കുന്ന തരത്തിൽ കളിയുടെ 84-ാം മിനിറ്റ് വരെ ഇംഗ്ലണ്ട് 1-0 എന്ന സ്കോറിന് മുന്നിട്ട് നിൽക്കുകയായിരുന്നു. അർജന്റീനയുടെ പ്രതീക്ഷകൾ ഏറെക്കുറെ അവസാനിച്ചുവെന്ന് തോന്നിച്ച നിമിഷങ്ങളായിരുന്നു അത്. പിന്നീട് ലോകം കണ്ടത് അവിശ്വസനീയമായ ഒരു തിരിച്ചുവരവാണ്. അവസാന 10 മിനിറ്റിൽ ആർത്തറമ്പി അർജന്റീന ഇംഗ്ലണ്ടിന്റെ വലയിലേക്ക് തുടർച്ചയായി 2 ഗോളുകൾ അടിച്ചുകയറ്റി ആവേശകരമായ വിജയം സ്വന്തമാക്കി. തോൽവിയുടെ വക്കിൽ നിന്നും മത്സരത്തിലേക്ക് അതിശക്തമായി തിരിച്ചു വന്ന ഈ ശൈലി അർജന്റീനയ്ക്ക് പരിചിതമാണ്. ഇതൊരു സാധാരണ വിജയമല്ല, മറിച്ച് ചരിത്രത്തിൽ ഇടം പിടിക്കുന്ന ഒരു ഉജ്ജ്വലമായ തിരിച്ചുവരവിന്റെ കഥയാണ്. ഈ ടൂർണമെന്റിലെ അവരുടെ നൗക്കൌട്ട് മത്സരങ്ങളിലെല്ലാം അവസാന മിനിറ്റുകളിലാണ് അവർ വിജയം തട്ടിയെടുത്തത്. ഒരു തവണ അവസാന നിമിഷം ഗോൾ നേടി വിജയിക്കുന്നത് വേണമെങ്കിൽ നമുക്ക് ഭാഗ്യമെന്ന് വിളിക്കാം. എന്നാൽ തുടർച്ചയായി 4 തവണ നിർണായക മത്സരങ്ങളിൽ അവസാന നിമിഷങ്ങളിൽ കളി മാറ്റിമറിച്ച് വിജയം നേടണമെങ്കിൽ അതിന് ഭാഗ്യം മാത്രം പോരാ, മറിച്ച് അസാമാന്യമായ കരുത്തും ഒരിക്കലും തളരാത്ത പോരാട്ട വീര്യവും തന്നെ വേണം. തോൽക്കാൻ മനസ്സില്ലാത്ത അവരുടെ അചഞ്ചലമായ മനോഭാവമാണ് അർജന്റീനയുടെ പ്രധാന ശക്തി. എന്നിരുന്നാലും അർജന്റീന ഫൈനലിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. അവിടെ എതിരിടേണ്ടത് ലാമിൻ യമാലിന്റെ സ്പെയിനിനെയാണ്. ഏറ്റവും പ്രിയപ്പെട്ട ബ്രസീലുകാരോടാണ്, പോർച്ചുഗൽകാരോടാണ്, ഫ്രാൻസുകാരോടാണ്, ജർമ്മനിക്കാരോടാണ്, അർജന്റീന ഒന്ന് തോറ്റുകിട്ടാൻ കാത്തിരിക്കുന്ന എല്ലാ വിമർശകരോടും കൂടിയാണ്. നിങ്ങൾക്ക് തോൽപ്പിക്കാം. അങ്ങനെ തോൽപ്പിക്കാൻ പറ്റാത്ത ഒരു സംഘമൊന്നുമല്ല അർജന്റീന. പക്ഷെ തീർന്നെന്ന് കരുതി പോകുമ്പോൾ മൃതപ്രായനെങ്കിലും ആ ഇടംകാലിന്റെ ചെറുവിരലിൽ ഒരു തുള്ളി പ്രാണനെങ്കിലും ബാക്കിയാക്കിയിട്ടാൽ പച്ചപ്പുള്ളിന് മീതെ അയാളൊന്ന് നിവർന്നു നിൽക്കാൻ ആ ഇടംകാലിൽ തന്റെ തുടിപ്പ് ഒരംശമെങ്കിലും ബാക്കിയാണെങ്കിൽ നിങ്ങളിനി ഏത് പൊന്നാമ്പുര കോട്ട കെട്ടിക്കാത്താലും പിറകെ വന്ന് വെട്ടിപ്പിടിച്ച് നായാടി നശിപ്പിച്ചിട്ടേ അയാൾ നിർത്തത്തുള്ളൂ. ഇതയാളുടെ അവസാന ആട്ടമെങ്കിൽ അത് എന്ന് തീരണമെന്നും എങ്ങനെ തീരണമെന്നും അയാൾ തന്നെ പറയും. അതുവരെ ഈ കഥ തുടരും. ചാവാൻ താല്പര്യമില്ല. കൊല്ലാൻ പറ്റുമെങ്കിൽ നിങ്ങൾ വന്ന് ചെയ്തിട്ട് പൊക്കോളൂ. പക്ഷേ തീർന്നെന്നുറപ്പിക്കണം.
അതല്ലെങ്കിൽ പിന്നെ പെനാൽറ്റി ബോക്സിലിട്ട് പുള്ളി നിങ്ങളെ തീർത്ത് കളയും. കല്ലേറും കുരിശേറ്റവും ഒരുപാട് കണ്ടതാണ്. എന്നിട്ടും കല്ലറ തകർത്ത് ഉയർത്തെഴുന്നേറ്റത് ഇങ്ങനെ ഒടുങ്ങിപ്പോകാൻ മാത്രമല്ല, അതിന് മനസ്സുമില്ല. മനുഷ്യ സാധ്യമായതും കടന്ന് എത്ര രാത്രികൾ കൂടെ ഞങ്ങളിങ്ങനെ ഒന്നിനും വിട്ടുകൊടുക്കാതെ പൊതിഞ്ഞു പിടിക്കാൻ അയാൾക്കാവുമെന്നറിയില്ല. പക്ഷെ ഇടംകാലിൽ അവസാന തുടിപ്പിൽ പന്തും കോർത്തെടുത്ത് എതിരാളിയുടെ പെനാൽറ്റി ബോക്സിലേക്ക് അയാൾ ഇടിച്ചുകുത്തി പെനയാവുന്നിടത്തോളം കാലം ഞങ്ങൾ ഉയിരോടെ ഇവിടെ തന്നെ ഉണ്ടാകും. ലോക ഫുട്ബോളിന്റെ ഇതിഹാസങ്ങൾ തിരഞ്ഞെടുത്തത് വായിച്ചാൽ ഒരിക്കലും എഴുതി മാറ്റാൻ കഴിയാത്ത ഒരു അധ്യായമാണ് അർജന്റീന നാഷണൽ ഫുട്ബോൾ ടീം. കാരണം ആ നീലവെള്ള ജേഴ്സിക്ക് തോൽവി എന്നത് അവസാന വരിയല്ല, അത് അടുത്ത തിരിച്ചുവരവിന്റെ ആദ്യ വരിയാണ്. കളി കൈവിട്ടെന്ന് ലോകം വിധിയെഴുതുന്ന നിമിഷത്തിലും അർജന്റീന വിശ്വസിക്കുന്നത് ഒരു കാര്യത്തിൽ മാത്രമാണ്: അവസാന വിസിൽ മുഴങ്ങും വരെ കഥ അവസാനിക്കുന്നില്ല. മൈതാനത്തിന്റെ നടുവിലൂടെ ശാന്തമായി നടക്കുന്ന ഒരാളുണ്ട്. ചിലപ്പോൾ പെനാൽറ്റി നഷ്ടപ്പെടുത്തും, ചിലപ്പോൾ കളിയുടെ വേഗത്തിനൊപ്പം നടക്കുന്നത് പോലെ നിങ്ങൾക്ക് തോന്നും, ചിലപ്പോൾ ഒരു ഫ്രീ കിക്കിനായി മാത്രം കാത്തു നിൽക്കും. പക്ഷേ അതാണ് എതിരാളികൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ്. കാരണം ലയണൽ മെസ്സിയെ ഭയക്കേണ്ടത് നടക്കുമ്പോൾ മാത്രമല്ല, പന്ത് കാലിലില്ലാത്തപ്പോഴും നിങ്ങൾ അയാളെ ഭയക്കണം. പെനാൽറ്റി നഷ്ടപ്പെടുത്തിയ ശേഷവും ഭയക്കണം. ഫ്രീ കിക്കിന് മുന്നിൽ നിൽക്കുമ്പോഴും ഏറ്റവും കൂടുതൽ ഭയന്നിരിക്കണം. വേട്ടയെ അവസാനിപ്പിച്ചുവെന്ന് ഇരകളെ വിശ്വസിപ്പിച്ച ശേഷം അവസാന പ്രഹരം നടത്തുന്ന വേട്ടക്കാരനാണ് ലയണൽ മെസ്സി. റെക്കോർഡ് മെസ്സിയുടെ പേരിൽ ചേരുമ്പോൾ അംഗീകാരം ആ റെക്കോർഡിനാണ്. ഈ സംഘത്തിന് പിന്നിൽ മറ്റൊരു ശില്പി നിൽക്കുന്നു, ലയണൽ സ്കലോണി. ദ്രോണാചാര്യനെ പോലെ തൻ്റെ ശിഷ്യന്മാരെ ഒരുക്കുന്ന ഒരു പരിശീലകൻ. അദ്ദേഹത്തിൻ്റെ ചിന്തയിൽ ജനിക്കുന്ന ഓരോ നീക്കവും അർജുനന്റെ അമ്പ് പോലെ ലക്ഷ്യം തെറ്റാതെ പറക്കും. ആ അമ്പുകളുടെ ദിശ വായിക്കാൻ എതിരാളികൾ ശ്രമിക്കുന്നതിന് മുമ്പേ വല കുലുങ്ങിക്കഴിയും. അതിനാലാണ് ലോക ഫുട്ബോളിൽ അർജന്റീന എന്ന പേര് ഒരു ടീം മാത്രമല്ല എന്ന് പറയുന്നത്. അത് പ്രതീക്ഷയുടെ മറ്റൊരു പേരാണ്, തിരിച്ചുവരവിൻ്റെ പര്യായമാണ്. ഹൃദയം അവസാന നിമിഷം വരെ വിശ്വസിച്ചാൽ അസാധ്യവും സാധ്യമാക്കുമെന്ന് തെളിയിക്കുന്ന ജീവനുള്ള കഥയാണിത്. കാരണം അർജന്റീന കളത്തിലുണ്ടെങ്കിൽ മത്സരം തീരുന്നത് അവസാന വിസിലിലാണ്. ഫുട്ബോൾ ലോകം ഒരു കാര്യം മനസ്സിലാക്കി കഴിഞ്ഞു: ലയണൽ മെസ്സിയെ അവസാനിപ്പിക്കാൻ സമയം പോലും തയ്യാറായിട്ടില്ല. ഓരോ ലോകകപ്പ് വരുമ്പോഴും പുതിയ ചരിത്രം എഴുതുന്ന ഈ മനുഷ്യൻ ഇപ്പോൾ വീണ്ടും ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഈജിപ്തിനെതിരെയുള്ള പോരാട്ടത്തിൽ ഗോൾ നേടിയതോടെ ലോകകപ്പ് ചരിത്രത്തിൽ 21 ഗോളെന്ന അത്ഭുത നായികക്കല്ല് ലയണൽ മെസ്സി സ്വന്തമാക്കി. പക്ഷേ ആ കഥ അവിടെയും അവസാനിക്കുന്നില്ല. ഇതിലും വലിയ റെക്കോർഡ് അദ്ദേഹത്തെ തേടിയെത്തിയിരിക്കുകയാണ്. വർഷങ്ങൾ കടന്നുപോയി. പ്രായം 39 എത്തിയിട്ടും ലോകത്തിലെ ഏറ്റവും മികച്ച അപകടകാരിയായ താരങ്ങളിൽ ഒരാളായി ലയണൽ മെസ്സി ഇന്നും തുടരുകയാണ്. പലരും പറഞ്ഞു മെസ്സിയുടെ കാലം കഴിഞ്ഞു. പക്ഷേ മറുപടി പറഞ്ഞത് മെസ്സിയുടെ ഇടതുകാലായിരുന്നു. കേപ്പ് വെർഡെക്കെതിരെ അർജന്റീന സമ്മർദ്ദത്തിലായപ്പോൾ വീണ്ടും രക്ഷകനായി എത്തിയത് ലയണൽ മെസ്സി തന്നെയായിരുന്നു. ഈജിപ്തിനെതിരെയും മെസ്സി തന്നെയായിരുന്നു. ഇന്നിതാ ഇംഗ്ലണ്ടിനെതിരെയും അയാൾ തന്നെ അവതരിക്കുന്നുണ്ട്. ഈ നേട്ടത്തിലെത്തുന്ന താരങ്ങൾ ചരിത്രത്തിൽ വളരെ വിരളമാണ്. എന്നാൽ അതിലും വലിയ കാര്യം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? തുടർച്ചയായി 8 ലോകകപ്പ് മത്സരങ്ങളിൽ ഗോൾ നേടുന്ന അപൂർവ റെക്കോർഡും ലയണൽ മെസ്സി സ്വന്തമാക്കുന്നുണ്ട്. ലോകകപ്പ് എന്ന ഏറ്റവും വലിയ വേദിയിൽ ഇത്രയും സ്ഥിരതയോടെ കളിക്കുക എന്നത് സാധാരണ കാര്യമല്ല. ഒരു മത്സരം മാത്രമല്ല, 2 മത്സരമല്ല, തുടർച്ചയായി 8 മത്സരങ്ങൾ. ഓരോ തവണയും നിർണായക സമയത്ത് ടീമിന് വേണ്ടി ഗോൾ കണ്ടെത്തുന്ന ഒരു യഥാർത്ഥ ഇതിഹാസമാണ് ലയണൽ മെസ്സി. ഇപ്പോൾ മറ്റൊരു വലിയ പോരാട്ടവും നടക്കുകയാണ്, ഗോൾഡൻ ബൂട്ട് റേസ്. അവിടെയും മുന്നിൽ നിൽക്കുന്നത് ലയണൽ മെസ്സി തന്നെയാണ്. ഓരോ മത്സരം കഴിയുമ്പോഴും തൻ്റെ ഗോൾ സംഖ്യ ഉയർത്തിക്കൊണ്ട് എതിരാളികൾക്ക് വലിയ വെല്ലുവിളിയാണ് അദ്ദേഹം ഉയർത്തുന്നത്. ഇപ്പോൾ ലോകമെമ്പാടുമുള്ള ആരാധകർ ഒരേയൊരു ചോദ്യമാണ് ചോദിക്കുന്നത്: ഈ ലയണൽ മെസ്സിയെ ആരാണ് തടയുക? ആർക്കാണ് തടയാൻ സാധിക്കുക? ഈ ഫോമിൽ അദ്ദേഹം മുന്നോട്ട് പോയാൽ ഗോൾഡൻ ബൂട്ട് മാത്രമല്ല, മറ്റൊരു ലോകകപ്പും അർജന്റീനയിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് ആരാധകർ ഉറച്ചു വിശ്വസിക്കുന്നു. മെസ്സിയെ വിമർശിച്ചവരും ഇന്ന് അദ്ദേഹത്തിന് മുമ്പിൽ കൈയടിക്കുകയാണ്. കാരണം ഇതൊരു സാധാരണ ഫുട്ബോൾ താരത്തിൻ്റെ കഥയല്ല. ലോക ഫുട്ബോളിൽ ഓരോ ദിവസവും പുതിയ അധ്യായങ്ങൾ എഴുതുന്ന ഒരു ഇതിഹാസത്തിൻ്റെ കഥയാണ്. അതിനാൽ അർജന്റീനയുടെ എതിരാളികൾക്കുള്ള മുന്നറിയിപ്പ് വ്യക്തമാണ്: മെസ്സി ഇപ്പോഴും തീർന്നിട്ടില്ല. മറിച്ച് നിർണായക ഘട്ടങ്ങളിൽ ഏറ്റവും അപകടകാരിയായ രൂപത്തിലാണ് അദ്ദേഹം കളിക്കുന്നത്. ലോകകപ്പ് ട്രോഫിയിലേക്കുള്ള യാത്രയിൽ മെസ്സിയുടെ ഓരോ സ്പർശനവും ഇപ്പോൾ ചരിത്രമായി മാറുകയാണ്. അപ്പോൾ നിങ്ങൾ പറയും, അയാൾ ഫിഫ ബോയ് അല്ലേ, അർജന്റീന കമ്മിറ്റി ടീമല്ലേ? എന്നാൽ അങ്ങനെ പറയുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ഓർത്തെടുക്കണം:
അയാൾക്കും കഴിഞ്ഞ പോലൊരു കാലമുണ്ടായിരുന്നു, ഒരു പ്രതാപത്തിൻ്റെ കാലമുണ്ടായിരുന്നു. 2014 ലോകകപ്പിൽ മരിയ ഗോഡ്സെ ഒരൊറ്റ നിമിഷം കൊണ്ട് തട്ടിത്തെറിച്ച സ്വപ്നം 8 വർഷങ്ങൾക്കിപ്പുറം ഏതാണ്ട് ഉറപ്പിച്ച സമയത്തും കിലിയൻ എംബാപ്പയുടെ രൂപത്തിൽ കണ്ട ഭീഷണി അയാളെ ഒരിക്കൽ കൂടി അപൂർണനാക്കുമെന്ന് ഭയപ്പെട്ട നിമിഷങ്ങൾ ഏറെയായിരുന്നു. ഒടുവിൽ ആ വലിയ സ്വപ്നം യാഥാർത്ഥ്യമാക്കുമ്പോഴേക്കും കൈപ്പേറിയ എല്ലാ അനുഭവ സമ്മർദ്ദങ്ങളിലൂടെയും അയാൾ സഞ്ചരിച്ച് കഴിഞ്ഞിരിക്കുന്നു. മെസ്സിക്കിനി ഒന്നും നേടാനില്ല. ഈ ഭൂഗോളത്തിൽ തൻ്റെ മേഖലയിൽ നേടേണ്ടതെല്ലാം അയാൾ കൈപ്പിടിയിൽ ഒതുക്കി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാകാം ഇനിയുള്ള തൻ്റെ കളിജീവിതങ്ങളെ മറ്റാരും ചിലപ്പോൾ ഉൾക്കൊള്ളാൻ മടിക്കുന്ന വഴികളിലൂടെ സഞ്ചരിക്കാൻ അയാളെ പ്രേരിപ്പിക്കുന്നുണ്ടാവുക. മെസ്സി യാഥാർത്ഥ്യമാക്കിയത് അയാളുടെ മാത്രം സ്വപ്നമല്ലായിരുന്നു. 2002 ശേഷം അകന്നു നിന്ന കിരീടത്തെ ചൊല്ലിയുള്ള ലാറ്റിൻ അമേരിക്കയുടെ ഹൃദയവേദനയ്ക്കൊരു അറുതി കൂടിയായിരുന്നു. മറഡോണയ്ക്ക് ശേഷം ഒരു മെസ്സി വന്നു. മെസ്സിക്ക് ശേഷം മാറിയെന്നത് ഒരു ചോദ്യം വരുമ്പോൾ 1986 ശേഷം 36 വർഷങ്ങൾ അനുഭവിച്ച ആ കാത്തിരിപ്പിൻ്റെ വേദനയാകും അർജന്റീന ജനതയെ അലട്ടുക. മറഡോണക്കൊപ്പം നിൽക്കുന്ന ഒരാൾ വരാനില്ല. അതുകൊണ്ട് തന്നെ ഇനിയൊരു ലോക കിരീടം ഇല്ലെന്നുറപ്പിച്ച ജനത ഒന്നടങ്കം നടത്തിയ പ്രാർത്ഥനയുടെ ഫലമാകാം ലയണൽ മെസ്സി എന്ന മിശിഹായുടെ ഉദയം. ലയണൽ മെസ്സി എന്ന നൈസർഗിക പ്രതിഭ ഒരു പ്രചോദനം കൂടിയാണ്. രാജ്യത്തിനു വേണ്ടി ഒന്നും നേടാനാകാത്തവനെന്ന് ഏറെക്കാലം കേട്ട പടിയിൽ തളർന്നു പോകാത്തവൻ ഒടുവിൽ ലോകകപ്പും ഫൈനൽസുമേയും കോപ്പ അമേരിക്കയും എല്ലാം നേടിക്കൊടുത്ത് നിൽക്കുമ്പോഴും അയാൾ കാത്തു സൂക്ഷിക്കുന്ന അച്ചടക്കം ഏതൊരു വളർന്നു വരുന്ന ഫുട്ബോളർക്കും മാതൃകയാണ്. 8 തവണ ബാലൻ ഡി ഓർ പുരസ്കാരം, ബാർസലോണക്കായി 4 ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ, 10 ലാ ലീഗ, എല്ലാത്തിലുപരി 2 ലോകകപ്പിലെ ഏറ്റവും മികച്ച കളിക്കാരനുള്ള ഗോൾഡൻ ബോൾ 2 തവണ നേടിയ ഒരേയൊരു ഫുട്ബോളർ, ലോകകപ്പിലെ ഓൾ ടൈം ടോപ്പ് സ്കോറർ. ഇത് ഇവിടം കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. അയാൾ മറ്റൊരു റെക്കോർഡിന് അരികിലെത്തുകയാണ്. ഈ വേൾഡ് കപ്പ് കൂടെ ലയണൽ മെസ്സി സ്വന്തമാക്കിയാൽ ഇനി അയാളെ തകർക്കാൻ ആരാണുള്ളത്? ചരിത്രത്തിൽ 2 തവണ ലോകകപ്പ് സ്വന്തമാക്കിയ ഒരേയൊരു താരമെന്ന റെക്കോർഡും ലയണൽ മെസ്സി സ്വന്തമാക്കും.